Hi everybody, this is Shweta. My name is Inder and welcome to our channel. So we are going to start the reactions of movie Nadi Do Kattu. Let's watch Nadi it. Do Kattu. Okay. Lottery. Oh. നാളെയോ മറ്റന്നാളോ എപ്പോ വേണമെങ്കിലും എടുത്തോ, ഞങ്ങൾ ആരും എതിര് പറഞ്ഞില്ലല്ലോ. कितना पुराना टाइप का घर ना, old house एकदम. We will have nostalgic feel. I'm pretty sure while watching this movie. Yeah, actually, yeah. അത് ശരി, ചായപ്പൊടിയും ചാണകപ്പൊടിയും ഒന്നും ഇല്ലേ? ഇനിയിപ്പോ രണ്ടാമത് എന്റെ പട്ടി പോകും. വേണേ വാങ്ങിച്ചോണ്ട് വരട്ടെ. കണ്ടോ, ഒന്നും കഴിയില്ല, ഉറങ്ങി നഖം പൊളിയും. ദാസ, എടാ ദാസ, അവന്റെ അവസാനത്ത് ഉറക്കാം. എഴുന്നേറ്റ് പാടോ, നിന്റെ എച്ചിൽ എഴുതാൻ നീ എനിക്ക് ശമ്പളമൊന്നും തരുന്നില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഒരു സഹമുറിയനോട് ഇത്രയും സഹതാപമില്ലാത്ത മറ്റൊരു സഹമുറിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഓൾ മൈ ഫേറ്റ്. Oh my fate. വെള്ളം തിളപ്പിക്കണം, അരി കഴുകണം, പരിപ്പ് വേവിക്കണം. ഇന്നല്ലേ എടാ ദാസ. Hey! Mohanlal sir! Dasa! വേഗം ചോറും കറി ശരിയാക്കാൻ ഞാനത് കുളിച്ചിട്ട് വരാം. ഓഫീസിലെത്താൻ ലേറ്റ് ആകും. सब काम वही कर रहा है. यार. He is doing all the work. പിന്നെ നിന്റെ പാത്രം നീ പിടിച്ചോ. മനസ്സില്ല, ചക്കുകുത്തി പോലത്തെ നിന്നെ കെട്ടി വിളിച്ചോണ്ട് ഇതുവരെ വന്നതല്ലേ സൈക്കിളിൽ. എടുത്തോണ്ട് പാടാ. നീ വന്നേ. തമ്പുരാക്കന്മാരെന്നും ലേറ്റായിട്ടേ വരുള്ളൂ അല്ലേ? പെട്ടെന്ന് വേവുന്ന അരി തരാൻ സാറ് വേഷം നടക്കാനോട് പറ. എന്ന് വെച്ചാൽ അത് തന്നെ, ഇപ്പൊ കിട്ടുന്ന അരി വേവണമെങ്കിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ എടുക്കും. അതെ, അപ്പൊ പിന്നെ കുറച്ച് ലേറ്റ് ആണ്. ഞങ്ങളല്ലാതെ വേറെ ആര് വരും? 1975 മുതലുള്ള കംപ്ലീറ്റ് സ്റ്റോക്കിന്റെ ഫയലുകൾ അരമണിക്കൂറിന്റെ മേശപ്പുറത്തെത്തണം. 75 മുതലുള്ളത്. അതെ, കംപ്ലീറ്റ് സ്റ്റോക്ക് അരമണിക്കൂർ ഈ മേശ. ഓക്കെ. എനിക്ക് അവർ കയറി അത് പുറത്തെടുക്കണം. ഓ, ഒരു ചായ വാങ്ങിച്ചോണ്ടോ. വേഗം വേണം സാർ. 1975 മുതലുള്ള സ്റ്റോക്ക് ഫയലുകൾ അരമണിക്കൂറിനകം ഞാൻ ഹെഡ് ക്ലാർക്കിന്റെ മേശപ്പുറത്തെത്തിക്കണം. എത്തിച്ചോ. ചായ കൊണ്ടുവരാൻ 5 മിനിറ്റ് മതി. മതി. പക്ഷെ ഇപ്പൊ പറ്റില്ല സാർ. പറ്റില്ല സാർ. മര്യാദയ്ക്ക് ചായ വാങ്ങിച്ചോണ്ടാണ് അവിടെ. സാർ ഒരു കാര്യം ഓർമ്മിക്കണം, ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് പാസ്സായ ഒരാളാണ്. 10 തവണ SSLC എഴുതി കടന്നുകൂടിയ സാറ് ഇവിടെ ക്ലാർക്കും ഞാൻ പ്യൂണുമായി പോയത് വിധിയുടെ വിളയാട്ടം കൊണ്ടാണ്. ഒരിക്കലും ഒരു SSLC-കാരൻ ഒരു ഡിഗ്രിക്കാരനെ വേദിക്കണം. ചായ വാങ്ങിച്ചോടുത്തരാൻ പറ്റില്ല സാർ. സോറി. മഹാഭാവി നീയായിരുന്നു. 50 പൈസ പോയി കിട്ടി. ആ പോട്ടെ, എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നന്ന് വഷളായി അറിയാം. വല്ല സർക്കാർ ഓഫീസോ ആയിരുന്നെങ്കിൽ ഇവരൊക്കെ പിടിച്ചു നിർത്തി ഖരാബ് ചെയ്യുമായിരുന്നു.
ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ ഉം. സ്ഥലം മാറി പോയപ്പോ ഞാൻ വിചാരിച്ചു സ്ഥിതി മെച്ചപ്പെടുമെന്ന്. എവിടെ വിശാഖപട്ടണത്തിൽ നിന്ന് സ്ഥലം മാറി വരുന്ന എം ടി ഒരു വിശാല മനസ്കരെന്നാ കേൾക്കുന്നു. എങ്കിൽ നമ്മുടെ സങ്കടം ആ വിശാല മനസ്കരോട് പറഞ്ഞു നോക്കാം അല്ലേ? പ്രിയപ്പെട്ട അമ്മേ, ഓക്കെ. അമ്മയ്ക്ക് സുഖമാണല്ലോ എന്ന പതിവ് പല്ലവി ഞാൻ ആവർത്തിക്കുന്നില്ല. അന്യന്റെ വീട് എന്നും അന്യന്റെ വീട് തന്നെയാണ്. അമ്മയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അല്പം കൂടെ ക്ഷമിച്ചേ പറ്റൂ. പുതിയ മേലധികാരി വന്നെത്തിയാൽ അയാളുടെ കയ്യോ കാലോ പിടിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജോലി സമ്പാദിക്കട്ടെ. എല്ലാം ശരിയാവും. അമ്മ എന്നെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക. ഞാൻ നന്നാവും, നല്ല നിലയിലെത്തും. അമ്മ ദൈവത്തോടുള്ള പ്രാർത്ഥന തുടരുക. ഓക്കെ. അടുക്കളയിൽ വന്നിട്ട് അയ്യോ. പിന്നെ കേൾക്കും പിന്നോടോ എടാ നീ ഒരു മഹാമണ്ടം തന്നെ. അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോള്, ഡോക്ടർ ഭാഗത്തിന് പഠിക്കുന്ന പെണ്ണ്. അനുഭാവത്തിന് ചെന്നാൽ നിന്റെ തടി അലങ്കോലമാവും. ഞാൻ നിന്നെ പോലെ തുക്കറ പേടിക്കിരിക്കാനല്ല, ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ. ബികോം ഫസ്റ്റ് ക്ലാസ്. ജോലിശാലം മോശം അത് തന്നെ. പക്ഷേ ഞാൻ കാണാൻ നിന്നെ പോലല്ല, കുറച്ചുകൂടെ സുന്ദരനാണ്. അവളുടെ അച്ഛനോട് പറയും എനിക്ക് ഇയാളെ തന്നെ മതി. അവള് ജയിച്ചു കഴിയുമ്പോ ഞങ്ങൾ മനോഹരമായ ഒരു നേഴ്സിംഗ് കോഴ്സ്. പിന്നെ ഞാനൊരു വെലസ് ഞാനായിരിക്കും അതിന്റെ നടത്തിപ്പുകാരൻ. അപ്പൊ വല്ല ക്യാൻസറോ കുഷ്ഠമോ പിടിച്ചോണ്ട് വന്നാൽ ഞാൻ നിന്നെതാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. കാശ് എന്നില്ലെങ്കിൽ ക്യാൻസറോട് കൂടി അപ്പം കേട്ടോട്ടെ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കോടാണ്. എന്റെ വരുംകാല ഡോക്ടറല്ലേ അത്? ഒന്ന് നിർത്തിക്കേ. വേണ്ട ദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. നീ സൈക്കിൾ കൊണ്ടുവാ ദാസ. വേണ്ട. टिफिन बॉक्स है छोटा वाला. ആക്ച്വലി ഇനി എത്ര കാലം കാണും ഹൗസ് സർജൻസി? എന്തിനാ? അല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് കരുതി. ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെന്താ ആവാഞ്ഞേ? ആവാമായിരുന്നു. പക്ഷെ ഈ മനുഷ്യന്റെ ഹൃദയവും തലച്ചോറൊക്കെ കീറി മുറിക്കുമ്പോ കൈ വിറക്കില്ലേ എന്നൊരു സംശയം. നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസ. കേസെന്ന് അയാൾ പറഞ്ഞത് ഞങ്ങള് ലേബർ കോർട്ടിൽ ഒരു കേസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ വരുന്ന വഴിക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. വരട്ടെ, ഇവിടെ കാശ് തരുന്നില്ല. എന്താണോ മുഖത്ത് കണ്ടില്ലേ? ഞാനും കുഴപ്പമുണ്ടാക്കിയത്. കുട്ടിമിണ്ടായിരിക്കും. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് കൊണ്ട് പറ്റിയതാ. ഇവിടെ ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യുമ്പോ തനിക്ക് ബ്രേക്ക് ആകുന്നു. ഞാനും കൊണ്ടൊക്കെ വിളിച്ചാണ്ടല്ലോ. വിളിച്ചാൽ തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ മേലെന്ന് വെച്ചാൽ സത്യം പറയണോ? താൻ മലപ്പുറം കൊണ്ടിരിക്കണ്ടേ? മര്യാദക്ക് സംസാരിക്കും. മനസ്സില്ല. ഇത് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് കുന്തം വേണം. ഇതിനൊരു തീരുമാനമാകാൻ തന്നെ ഞാൻ പറ്റില്ല. കൗണ്ടർ. താനെന്താ വിളിച്ചേ? കൗണ്ടറിന്റെ അർത്ഥം എനിക്കറിയാണോ? ചുമ്മാ അല്ല, ബികോം ഫസ്റ്റ് ക്ലാസ് പാസ്സായത്. बीकॉम फर्स्ट क्लास. കൗണ്ടർ अरे why I think so this I have a bad feeling. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. I like scrounger mix. എങ്ങനെയുണ്ട് സീൻ? നായികയ്ക്ക് വേണ്ടി നായകന്റെ ആദ്യത്തെ ത്യാഗമാണ്. ഇനി സെന്റിമെന്റ്. അവള് വീണോ തന്നെ. ഓ, അയാൾ തിരിച്ചടിച്ചിട്ടെങ്കിൽ മാറിപ്പോയേനെ. ചിലപ്പോ മാറിപ്പോവായിരുന്നു. മോളെ, നമ്മുടെ പിള്ളേരല്ലേ. പണിക്കരമാൻ എങ്ങോട്ടാ? പാവടിച്ചില്ലേ മോനെ? He's meeting everyone. സഹായത്തിന്റെ ആളെ വെച്ച് അവന് ശമ്പളം കൊടുക്കണ്ടേ? അതിന് കാശ് പറയാനായിട്ടില്ലേ? പെട്ടിയിൽ പൂത്ത പണം അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് ആർക്കും അറിയില്ലെന്നാ വിചാരം. ഓ ഓ ഓ, ഇനി വാടക വാടക 2 ആഴ്ചക്കകം തരാം. അത് പറ്റില്ല. നീ വണ്ടി വിട. ആഫീസിൽ വന്ന് ഞാൻ നാട്ടിക്കും 2 എണ്ണത്തിന് പറഞ്ഞേക്കാം. അവിടെ നാറാൻ ബാക്കിയൊന്നും ഇല്ല. എല്ലാവരും എന്താ ഇവിടെ? ഓ എടാ വിജയ, നമ്മുടെ ഭാവി ദൈവം. They are gone They for are sure. gone, I think so.
This guy. ഹാർട്ടി വെൽക്കം ടു അവർ ഓഫീസ്. വണ്ടി കേടായി, ഞാനൊന്ന് ചെറിയ വീഴുകയും ചെയ്തു. ഓ മൈ ഗോഡ്, വെരി സോറി. ജോലി തിരക്കി വന്നു ഉറപ്പാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചാ മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇരിക്കും. എന്റെ കഷ്ടകാലത്തിലാ ഞാൻ ആ വീലിന്റെ കാറ്റ് അഴിച്ചു വിട്ടത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത്? Still holding that tiffin box. It is so cute and innocent, yaar. മാസത്തിലൊരു 10 രൂപ വീതമെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് മാലയും കൊണ്ട് വേണം വീട്ടിൽ ചെല്ലാനെന്ന് വിചാരിച്ചതാ. നടപ്പില്ല, ഈ ജന്മത്തിൽ ഇനി നടപ്പില്ല. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണ് അപ്സെറ്റ് ആവാതിരിക്കുക? ആട്ടുനുപ്പാണേലും ഈ പ്യൂണിന്റെ പണിയുണ്ട്. കഞ്ഞി വെച്ച് കുടിക്കാനെങ്കിലും പറ്റുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? Okay. ബുദ്ധിപൂർവ്വം നീങ്ങിയ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. എങ്ങനെ? മനസ്സിലായില്ല സാർ? ഞങ്ങളാണ് സാർ. ഇത് ദാസൻ, അല്ല ഇത് വിജയൻ, ഞാൻ ദാസൻ. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്ത ഇവന്റെ കണ്ണ് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ക്ലാസ് വെച്ചത്. തന്റെ റേഡിയോ അതിന്നിവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരും. വളരും എന്താണെന്നറിയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. ഓഹോ, അറിയിക്കട്ടെ. ഇന്നലെ കാലത്ത് വന്നിട്ട് ആരുടെ വെച്ചിട്ടാ പുറത്തു പോയത്? നീലക്ക് പോലും എഴുതി വെക്കാത്ത എപ്പി ചൂടായിട്ടിരിക്കുക. സാർ, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലേ? ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ആ ബഹളത്തിനിടയിൽ ഒക്കെ എപ്പോഴും നേരിട്ട് പറഞ്ഞാൽ മതി സാർ. ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല. വയറുണ്ടാവും ലീവ് ലെറ്റർ എഴുതുന്നത് അല്ല. നിങ്ങൾ ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല, ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. റോഡിൽ വെച്ച് പെൺകുട്ടി കാറടിച്ചപ്പോ അല്ലാതൊന്നും കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ക്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ? സദാശിവൻ സാർ റിട്ടയർ ചെയ്തപ്പോ എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോസ്. God. ഇതാ ഞാൻ പറഞ്ഞത്. God. ബുദ്ധി ഉണ്ടെങ്കിൽ ഏത് കൊല കൊമ്പനെയും നമുക്ക് തളയ്ക്കാനോ. സത്യം പറയാനോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് പോകാൻ തോന്നുന്നു. ഈ കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ട്. അങ്ങനെയല്ല, കരുതാ കാല് പിടിക്കണോ? അയ്യോ. അല്ലെങ്കിൽ ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് നോക്കിക്കോ, ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് തോട് കല്ല് പറയും. They're jobless now. കഴിച്ചതും പോയി, പോയത് പോട്ടെ. പാലിന്റെ കാര്യം, 2 മാസത്തെ വാടക, ഇനി വല്ല ജോലിയും തരപ്പെടുന്നത് വരെ വാഴി ഭക്ഷണം. ഭക്ഷണം ഈ ഒറ്റ ചിന്തയുള്ളൂ. എന്നാൽ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റി സംസാരിക്കണ്ട. ഇവിടെ മുന്നോട്ട് നീങ്ങാനുള്ള അടുത്ത മാർഗം ഒന്നും കണ്ടുപിടിക്കേ. ഭക്ഷണം. അതാണ് എന്റെ ഭാവി ഭാര്യ. ഉള്ള കഞ്ഞിയിൽ മണ്ണുവാരിയുടെ സാമദ്രോഹി പോകുന്നതാണ്. കനകം മൂലം, കാമിനി മൂലം തടിയും കേടായി, ഭാവിയും വഴിയായി.
Okay. Man, this is gonna be funny movie. I have a feeling about this. Dude, he's looking so adorable, ये so देखो, cute, innocent. innocent, और ऊपर से वो टिफिन बॉक्स लेके घूमते रहने का. Yeah, we will get that nostalgic feeling. Yes. Trust me, actually, हमको It's gonna be मजा है. fun. Like, what's say that? Oh, But they wow. lost their job now. Inqilab Jindabad. This company is gonna Ruin in next 6 in months. 6 months. Oh, man, I'm hilarious. loving This is it. gonna be fun. Very fun movie. It's just a start, of course. We'll They will see also more. become a doctor in future. They'll open hospital Yeah, and everything. Yeah. It's a very good dream, yeah. Good future plan. Cool. So meanwhile, guys, do like He smiles like subscribe. this, no? No, I like that tiffin box. You know, whenever he's with that tiffin box, we Yeah. always think. Cool, guys. I loved it. I loved So it. guys, do like, Subscribe, share, comment. click on the bell icon.